നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ആ ഒരു വാക്യത്തിൽ തന്നെ പറയുന്നൊരു കാര്യം, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുത്. ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്ക് നോക്കാം. രോഗമായിരിക്കാം, മാനസികമായി പല വിധത്തിലുള്ള ഭാരങ്ങളുണ്ടാവും, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും, മക്കളില്ലാത്തതിനെ കുറിച്ചുള്ള സങ്കടങ്ങളും, മക്കളെക്കുറിച്ചുള്ള സങ്കടം, കടബാധ്യതയെക്കുറിച്ചുള്ള സങ്കടം. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു ദുഃഖമില്ലാത്തൊരു ലോകത്തിലല്ലോ. എല്ലാ വിധത്തിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഈ പറയുന്ന വചനഭാഗത്തിൻ്റെ സാരം പെട്ടെന്ന് മനസ്സിലാകും. ദുഃഖത്തിലിരിക്കുന്നവരും കരഞ്ഞപേക്ഷിക്കുന്നവർ, വേഗത്തിൽ ദൈവം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് കാണാൻ കൊതിച്ചിരിക്കുന്ന പലർക്കും ഇത് മനസ്സിലാകും. ഈ വചനത്തിൻ്റെ പൊരുൾ ദാവീദ് രാജാവ് ഇവിടെ ഈ വചനത്തെ നമ്മളെ കേൾപ്പിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു കാര്യം തന്നെയായിരുന്നില്ലേ എന്നൂടെ നമുക്ക് ചിന്തിക്കാം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ എന്നാ പറഞ്ഞേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ എന്ന് ഒരു വാക്ക്, ഒരു മറുപടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ഏറെ സങ്കടത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് കർത്താവിലേക്ക് മനസ്സുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ചോദിക്കുന്ന ഏവർക്കും ധാരാളമായി പകർന്നു കൊടുക്കുന്ന കർത്താവ്, സകല ജാതികൾക്കും ദൈവമായ കർത്താവ്, വിളിച്ചപേക്ഷിച്ചാൽ ഉടനെ ഉത്തരം തരുന്ന നല്ല കർത്താവ്, നമ്മൾ അനുഭവിച്ചറിയുമ്പോഴും ഇത് ദാവീദ് രാജാവും അനുഭവിച്ചറിയുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. കേൾക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലെ ബഹുമാനം, ആ വില, ആദരവ് ഒന്നും കൊടുക്കാതെ അല്ല ദാവീദ് രാജാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഏറെ സങ്കടങ്ങളുണ്ട്, ഏറെ നൊമ്പരങ്ങൾ അനുഭവിച്ച് തന്നെയാണ് പോകുന്നത്. എങ്കിലും പ്രത്യാശയോടുകൂടി ദൈവത്തോട് അപേക്ഷിക്കുക. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുത്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് തളർന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനസികമായി ഭാരങ്ങളേറെ അനുഭവിക്കുന്ന ഏവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കയറിക്കിടക്കാൻ സ്വന്തമെന്ന് പറയാനൊരു ഭവനമില്ലാതെ കർത്താവേ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് യാചിക്കുന്നു. മക്കളില്ലാതെ ഒരു കുഞ്ഞിനു വേണ്ടി ദൈവസനിൽ നാളുകളായി, കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദമ്പതികളോട് കർത്താവേ, അവിടുന്ന് കരുണ തോന്നണമേ. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ര ഉറപ്പോടുകൂടി, അത്ര ബലമുള്ള ദൈവത്തെയാണ് താൻ വിളിക്കുന്നതെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവേ, അവിടുന്ന് ഉത്തരം കൊടുക്കണേ. മക്കളെ ഓർത്തുകൊണ്ട്, മക്കളുടെ മടങ്ങി വരവ് ഓർത്തുകൊണ്ട്, മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ. മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ കർത്താവേ, ഈ പ്രാർത്ഥനാ സമയത്ത് തന്നെ നിന്റെ മക്കൾക്ക് ഉത്തരം കൊടുക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്കും സമാധാനം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണേ. മക്കൾ ഒരനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിലെ തകർച്ച നിമിത്തം
മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവം കൂട്ടിച്ചേർത്ത ബന്ധങ്ങൾ കർത്താവെ, ഉടഞ്ഞുപോയ ബന്ധങ്ങളെന്ന് കരുതിയത് അതേ ഈ പ്രാർത്ഥന സമയത്ത് സ്വർഗത്തിലെ ദൈവമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവെ, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയുന്നവനായി നല്ല കർത്താവെ, വാഗ്ദത്തം നമ്മുടെ മേലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, സ്വർഗം അവിടുന്ന് തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്ന് കർത്താവ് പ്രവർത്തിക്കണേ. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല വിധത്തിലുള്ള ചികിത്സകളും തേടിയിട്ടും സൗഖ്യം വരാതെ കർത്താവെ, നിന്റെ മക്കളെ കിടക്കൽ കിടന്നുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, നാളുകളായിട്ട് കർത്താവെ ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത രോഗത്താൽ കഷ്ടത അനുഭവിക്കുമ്പോൾ പിതാവേ, അടിയൻ പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വൈദ്യനായ നല്ല കർത്താവെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദീർഘായുസ് കൊടുത്ത് ദൈവമേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഒരു നന്മയ്ക്കായ ഒരടയാളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. യേശുവേ സ്തോത്രം. 12 വയസ്സ് മുതൽ 23 വയസ്സ് വരെ മഹാവ്യാധി പിടിച്ച അടിയനെ തൊട്ട് സുഖമാക്കിയ കരം ഇന്ന് വിശ്വസിക്കുന്ന മക്കളുടെ ശിരസിന്മേലേക്കൊന്ന് തൊട്ട് കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, ഈ മുറിവുകളെ ഉണക്കണമേ. എൻ്റെ കർത്താവേ, നീ മുറിവുണ്ടാക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണല്ലോ. ദൈവമഹത്വം കാണുവാനുണ്ടായ ഈ മുറിവുകൾ ദൈവ മഹത്വത്തിന് വേണ്ടി കർത്താവേ, ഈ മുറിവുകളെ ദൈവം കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.